نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإذا مرضت فهو يشفين رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാന്യരായിട്ടുള്ള സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ, ഈ പുതിയ സാഹചര്യത്തിൽ നമ്മിൽപ്പെട്ട പല ആളുകളും പലവിധ അസുഖങ്ങളും പിടിപെട്ട് പലവിധ രോഗങ്ങളും അകപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏതൊരാളെടുത്ത് നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഇന്ന് അവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ പുതിയ രീതിയിലുള്ള പുതിയ അസുഖങ്ങളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പ് കേട്ട് പരിചയമില്ലാത്ത, കേട്ട് കേൾവിയില്ലാത്ത അസുഖങ്ങളൊക്കെയാണ് ഇപ്പോൾ പുതുതായി കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, പലവിധ കാരണങ്ങൾ കൊണ്ട്, അല്ലേ? എന്നാൽ ഒരു വിശ്വാസികളായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രോഗവുമായി ബന്ധപ്പെട്ട്, അസുഖവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ രോഗികളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് രോഗികളൊക്കെ ഇന്ന് വീടുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ പോയി സന്ദർശിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഇങ്ങനെ രോഗികളെ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ നിയ്യത്ത് പലപ്പോഴും മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, അല്ലേ? ഇന്ന് രോഗി സന്ദർശനമൊക്കെ എന്ന് പറയുന്നത്, ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പം അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും?
ആ രോഗിയെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ ആ വീട്ടുകാർ നമ്മെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ രോഗികളെ സന്ദർശിക്കാൻ പോകുന്ന ഒരു പ്രവണത. അതാണോ പരിശുദ്ധ ഇസ്ലാമിൽ രോഗി സന്ദർശനത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ രോഗികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, രോഗമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണമാണ്. അത് ആർക്കും എപ്പോഴും സംഭവിക്കാം. അത് സംഭവിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയുടെ 155-ാമത്തെ വചനത്തിലൂടെ പറയുന്നത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു പറയാണ്, വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലാമും തൗക്കീദിന്റെ നൂനും ഉപയോഗിച്ച് സ്ട്രെസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. ചിലപ്പം പരീക്ഷിച്ചേക്കാമെന്നല്ല, മറിച്ച് വലനബ്ലുവന്നകും, നിങ്ങളെ തീർച്ചയായിട്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. അല്ലെ, മിനൽ ഖൗഫി വൽ ജൂഇ, ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, അതേപോലെ തന്നെ വനഖസിൻ മിനൽ അംവാൽ, സാമ്പത്തിക നഷ്ടം കൊണ്ട്, വൽ അൻഫുസ്, ശരീര നഷ്ടം കൊണ്ട്, വസ്സമറാത്ത്, ഫലവർഗങ്ങളുടെ കുറവ് കൊണ്ട്, വബശ്ശിരി സ്വാബിരീൻ, അപ്പോഴൊക്കെ ആരാണോ ക്ഷമ കൈക്കൊള്ളുന്നത് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതൊരു പക്ഷേ രോഗം കൊണ്ടായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത മാരകമായ രോഗങ്ങൾ തൊട്ടൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന എത്ര ആളുകളുണ്ട് അല്ലേ? RCCയിലും MVRലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ, എന്തിനേറെ മെഡിക്കൽ കോളേജിൽ പോയെന്ന് കുറച്ചൊരൽപ്പം നിന്നാൽ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന, ഒന്ന് തിരിഞ്ഞു കിടക്കാൻ മറിഞ്ഞു കിടക്കാൻ പോലും സാധിക്കാതെ സംഭവിക്കുന്ന എത്ര, ആ രോഗശൈലി കിടക്കുന്ന എത്ര ആളുകളുണ്ട്. വല്ലാത്ത പരീക്ഷണമല്ല. സ്ട്രോക്ക് വന്നിട്ട് ഇടക്കിടക്ക് അല്ലെ, കേൾക്കുന്ന ആളുകൾക്കൊക്കെ സ്ട്രോക്ക് സംഭവിക്കുകയാണ്. അതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പരിചയപ്പെടുത്തിയത്. അവിടൊക്കെ ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു രോഗിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിന് നമ്മൾ ചികിത്സിക്കണം. ആ രോഗത്തെ നമ്മൾ വേണ്ട രീതിയിൽ അതിന് വേണ്ട ചികിത്സ നമ്മൾ നടത്തണം. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗത്തെ ചികിത്സിക്കാതെ വിടുക എന്നുള്ളതല്ല ഇസ്ലാമിന്റെ സമീപനം, പ്രവാചകന്റെ ചര്യ എന്നുള്ളത്. രോഗം വന്നാൽ ആ രോഗത്തിന് വേണ്ട അതിന്റെ മതിയായിട്ടുള്ള ചികിത്സ നൽകണം എന്നുള്ളതാണ്. എന്നാൽ ആ ചികിത്സ കൊണ്ട് മാത്രമാണോ അത് മാറുന്നത്? നല്ലൊരു ഡോക്ടറെ കണ്ടു എന്നതുകൊണ്ട് ആ രോഗം മാറുമോ? അല്ല, അതൊരു സബബാണ് അല്ലെ. നമ്മളൊക്കെ അങ്ങനെയാ ചിന്തിക്കാറുള്ളത്. ഇന്ന ഡോക്ടറാണ്, ഇന്ന ഡോക്ടറെ അടുത്ത് പോയത് കൊണ്ട് എന്റെ രോഗം ഭേദമായി, അല്ലെങ്കിൽ ഇന്ന ആശുപത്രിയിൽ പോയത് കൊണ്ട് എന്റെ അസുഖം ഭേദമായി. എന്നാൽ അതിനപ്പുറമുള്ളൊരു ചിന്ത, ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് എന്താ കടന്നു വരേണ്ടത്? ആ ഹോസ്പിറ്റലും ആ ഡോക്ടറും ഒക്കെ ഒരു കാരണമാണ്, ഒരു സബബാണ്. അള്ളാഹു നിശ്ചയിച്ചു തന്ന അനുവദിക്കപ്പെട്ട സബബാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തി. പക്ഷേ എന്റെ രോഗം മാറിയത് ആ മരുന്ന് കുടിച്ചതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ആ ഡോക്ടറെ കണ്ടതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് തന്റെ പിതാവിനും സമൂഹത്തിനും. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇബ്രാഹിം നബി പറയുകയാണ്, ഇതാണ് ഒരു വിശ്വാസിയുടെ ചിന്ത. ഞാൻ രോഗിയായി കഴിഞ്ഞാൽ, എനിക്കൊരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ, ആ രോഗത്തിൽ നിന്ന് രോഗശമനം നൽകുന്നത് എന്റെ റബ്ബാണ്, അവനാണ്.
അള്ളാഹുവാണ് ആ രോഗം മാറ്റിത്തരുന്നത്, അള്ളാഹുവാണ് ആ ബുദ്ധിമുട്ട്, ആ പ്രയാസം നീക്കി തരുന്നത്. അപ്പൊ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് എന്നുള്ള അടിസ്ഥാനമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ അല്ലെ ചികിത്സിച്ചിട്ട് ഡോക്ടറെ കണ്ടിട്ടൊന്നും രോഗം മാറുന്നില്ല. അപ്പോഴാണ് ചില ആളുകൾ പറയുന്നത് എങ്കിൽ ഇത് അസുഖം വേറെയാണ്. ഒരുപാട് ഡോക്ടറെ കണ്ടില്ലേ, എല്ലാ ചികിത്സകളും നടത്തിയിട്ടുള്ള അസുഖം മാറുന്നില്ലല്ലോ, എങ്കിൽ ഇത് അസുഖം വേറെയാണ്. ചില ആളുകൾ വന്ന് നമ്മോട് പറയാ, ഇന്ന സ്ഥലത്ത് ഒരു ശൈഖുണ്ട്, ഒരു ബീവിയുണ്ട്, ഒരു തങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു മൊയ്ലാരുണ്ട്, മുസ്ലിയാരുണ്ട്, ആരുമായിക്കൊള്ളട്ടെ, അവിടേക്കൊന്ന് പോയി നോക്കൂ. അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖിന്റെ ജാറത്തിൽ പോയി അവിടെ ഒന്ന് ആ ജാറത്തിന്റെ മുകളിൽ പച്ചപ്പട്ടി വിരിക്കുക, ഏതെങ്കിലും ജാറത്തിൽ പോയിട്ട് അവിടുത്തെ കൊടിയെടുത്ത് അത് ശരീരത്തിൽ അതുകൊണ്ട് തടവുക, അങ്ങനെ തുടങ്ങി പലവിധ കാര്യങ്ങളിലേക്കും മനുഷ്യന്റെ അടിസ്ഥാന വിശ്വാസത്തെ തകർത്ത് കളയുന്ന ഷിർക്കിന്റെ മാർഗത്തിലേക്ക് ഈ രോഗത്തിലൂടെ പോകുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിട്ട് തന്ന ആ രോഗം, അതിലൂടെ ഷിർക്കിലേക്ക് എത്തിപ്പെടാൻ പല ആളുകളും ആ വഴിയിലേക്ക് സഞ്ചരിക്കുന്നു. പ്രിയപ്പെട്ടവർ, അതും നമ്മൾ ഗൗരവമായി കൊണ്ട് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അസുഖം വന്നാൽ അത് മാറ്റിത്തരുന്നവൻ അത് റബ്ബാണ്, അല്ലാഹുവാണ് എന്നുള്ള ആ വലിയ വിശ്വാസത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തിച്ചേരേണ്ടത്. അതല്ലാതെ അസുഖം മാറ്റുന്നത് ഒരു ശൈഖോ ഒരു തങ്ങളോ ഒന്നുമല്ല. അത് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്രകാരം തന്നെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മളങ്ങനെ രോഗിയായി കഴിഞ്ഞാൽ ആ രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ രോഗിക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ വലിയ ബാധ്യതയാണ്. ഇസ്ലാമിന് രോഗി സന്ദർശനം, അതിന്റെ മഹത്വം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് എന്തുമാത്രം ഗൗരവത്തോടു കൂടിയും നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. അല്ലെ, അതൊക്കെ ഒരു ചടങ്ങായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയും സാഹചര്യത്തിലൂടെയുമാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള വലിയ ബാധ്യത അത് 6 എണ്ണമാണ് എന്ന് അള്ളാന്റെ റസൂൽ എണ്ണി പറയുന്നുണ്ട് ഒരു ഹദീസിൽ. ആ കൂട്ടത്തിൽ മാ ഹുന്ന യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് ചോദിച്ചു, എങ്കിൽ പ്രവാചകരെ ഏതെല്ലാമാണ് ആ ബാധ്യതകൾ? എനിക്ക് മറ്റൊരു സഹോദരനോട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത, കടമ. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, വഇദാ മരിള ഫഉദുഹു വഇദാ മാത ഫത്തബിഉഹു. അല്ലാഹു റസൂൽ പറഞ്ഞു, വഇദാ മരിള, നിന്റെ സഹോദരൻ രോഗിയായി കഴിഞ്ഞാൽ ഫഉദുഹു, ഇത് കൽപ്പനയാണ്. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക, നമുക്ക് നേരം സൗകര്യവും സന്ദർഭം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം ഓനെ, അല്ലെങ്കിൽ ഓൾ എന്ത് വിചാരിക്കും? അല്ല, കൽപ്പനയാ. ഫഉദുഹു, നീ അവനെ സന്ദർശിക്കണം, ആ രോഗിയെ നീ സന്ദർശിക്കണം. വഇദാ മാത ഫത്തബിഉഹു, അവൻ മരണപ്പെട്ടാൽ അവന്റെ ജനാസയെ അനുഗമിക്കണം. ഇതൊരു മുസ്ലിമിന്റെ ബാധ്യതയായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു രോഗിയെ സന്ദർശിക്കുക എന്ന് വെച്ചാൽ അതൊരു നിസ്സാര കാര്യം, അതിന് വമ്പിച്ച പ്രതിഫലം, നമ്മളൊന്നും വിചാരിക്കാത്ത പ്രതിഫലം അതിനുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് എപ്പോഴെങ്കിലും ആ ഒരു പ്രതിഫലം എനിക്ക് കിട്ടണം റബ്ബേ എന്ന് വിചാരിച്ച് ഏതെങ്കിലും രോഗിയെ കാണാൻ നമ്മൾ പോയിട്ടുണ്ടോ? റബ്ബേ, നീ ആ രോഗിയെ സന്ദർശിക്കുമ്പോ നിശ്ചയിച്ച ആ ഒരു പ്രതിഫലം ഉണ്ടല്ലോ, ആ പ്രതിഫലം എന്താ? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെനിക്ക് കിട്ടണം എന്നൊരു ചിന്തയോടുകൂടി ഏതെങ്കിലും രോഗിയെ നമ്മൾ കാണാൻ പോയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട വസ്തുതയാണ്. നോക്കൂ നിങ്ങൾ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ റജുലിൻ യഊദു മരീദൻ മുംസിയാ ഇല്ലാ ഖറജ മഅഹു 70000 മലക് യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നോക്കി നിങ്ങൾ, മാ മിൻ റജുലിൻ, ഒരു മനുഷ്യൻ തന്നെ ഇല്ല, യഊദു മരീദൻ മുംസിയൻ, പ്രദോഷത്തിൽ വൈകുന്നേരത്തിൽ അവനൊരു രോഗിയെ സന്ദർശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇല്ലാ ഖറജ മഅഹു 70000 മലക്കിൻ, അവന്റെ കൂടെ ആരുണ്ടാവും? 70000 മലക്കുകൾ കടന്നു വരും. യസ്തഗ്ഫിറൂന ലഹു
ഹത്താ യുസ്ബിഹ, ആ 70,000 മലക്കുകൾ കടന്നു വന്നുകൊണ്ട് ആ സന്ദർശിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ മലക്കുകൾ ഇസ്തിഗ്ഫാറിന് ചോദിക്കും. ഏതുവരെ? ഹത്താ യുസ്ബിഹ, പ്രഭാതം വരെ. അപ്പൊ നമ്മൾ വൈകുന്നേരം ഈ ഒരു കൂലി ആഗ്രഹിച്ച്, പ്രതിഫലം ആഗ്രഹിച്ച്, ഓലെന്ത് വിചാരിക്കും എന്ന ചിന്തയിലല്ല രോഗിയെ കാണാൻ പോയത്. എനിക്ക് എൻ്റെ റബ്ബ് നിശ്ചയിച്ച കൂലി ഉണ്ടല്ലോ, ആ കൂലി കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ വൈകുന്നേരം രോഗിയെ സന്ദർശിച്ചാൽ 70,000 മലക്കുകളുടെ ഇസ്തിഗ്ഫാർ പ്രഭാതം വരെ അവന് കിട്ടിക്കൊണ്ടിരിക്കും. അതിലും വലുത് പ്രിയപ്പെട്ടവരെ എന്താ മറ്റൊന്നുള്ളത്? നോക്കൂ നിങ്ങൾ, കഴിഞ്ഞില്ല. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം അള്ളാഹു റെഡിയാക്കി കൊടുക്കുന്ന. രോഗിയെ കാണാൻ പോയി കഴിഞ്ഞാൽ, രോഗിയെ ഈ ചിന്തയോടുകൂടി സന്ദർശിച്ചാൽ ഒരു ഖരീഫ് തന്നെ അള്ളാഹു അവന് അവിടെ സ്വർഗത്തിൽ ഒരുക്കി കൊടുക്കും. ഇനി വമൻ അതാഹു മുസ്ബിഹ ഖറജ മഅഹു 70,000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുംസിയ വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന. ഇനി ആരെങ്കിലും പ്രഭാതത്തിൽ രാവിലെ രോഗിയെ സന്ദർശിക്കാൻ പോയി, അങ്ങനെയാണെങ്കിൽ 70,000 മലക്കുകളുടെ പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന്റെ പ്രാർത്ഥന അവന്റെ കൂടെ ഉണ്ടാകും. ഹത്താ യുംസിയ, പ്രദോഷം വരെ, വൈകുന്നേരം വരെ ആ 70,000 മലക്കുകളുടെ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന അവന് കിട്ടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞില്ല. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, അവനും സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജമാക്കി കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, എന്തുമാത്രം പ്രതിഫലമാണ്. എപ്പോഴെങ്കിലും ഈ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ഇതെനിക്ക് കിട്ടണം, ആ 70,000 മലക്കുകളുടെ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന എനിക്ക് കിട്ടുമല്ലോ, എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ പോവില്ലേ ആ രോഗിയെ കാണാൻ, ആ രോഗിയെ ചേർത്ത് പിടിക്കാൻ, അവന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ മുന്നിലുണ്ടാകൂലേ? അങ്ങനെ ഉണ്ടാകണം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നമുക്ക് സൗകര്യം ഉണ്ടായാൽ പോരാ. നമുക്ക് സൗകര്യം ഉണ്ടായാൽ പോരാ, പോണം. കൽപ്പനയാ. കാരണം എന്താ അറിയോ? നാളെ പരലോകത്ത് റബ്ബ് ചോദിക്കും. നാം ഓരോരുത്തരോടും റബ്ബിന്റെ ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കുകയാണ്, യബ്ന ആദം, നമ്മളോട്, യബ്ന ആദം, അല്ലയോ ആദമിന്റെ സന്തതി, മരിദുതു ഫലം തഉദിനി. എന്താ ചോദ്യം? അള്ളാഹ് പറയാണ്, മരിദുതു, ഞാൻ രോഗിയായി, ഫലം തഉദിനി, പക്ഷെ നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. ആരാ പറയുന്നത്? അള്ളാഹ് പറയാണ്, ഞാൻ രോഗിയായപ്പോ നീ എന്നെ സന്ദർശിച്ചിട്ടില്ല. ഫയഖൂൽ, ഇത് കേൾക്കുമ്പോൾ മനുഷ്യൻ പറയും, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, വകൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, ഞാൻ എങ്ങനെ സന്ദർശിക്കും? നീ ലോകങ്ങളുടെ രക്ഷിതാവായിട്ടുള്ള റബ്ബല്ലേ, ഞാൻ എങ്ങനെയാ നിന്നെ സന്ദർശിക്കുക നീ രോഗിയായി കഴിഞ്ഞാൽ? ഫയഖൂൽ, അല്ലാഹുവിന്റെ മറുപടി, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള, നീ അറിഞ്ഞിട്ടില്ലായിരുന്നോ നിന്റെ അയൽപക്കത്ത്, നിന്റെ കുടുംബത്തിൽ രോഗിയായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ച്? ഫലം തഅദുഹു, പക്ഷേ നീ അവനെ സന്ദർശിച്ചിട്ടില്ല. അമാ അലിംത അന്നക ലൗ ഉദ്തുഹു ലവജദ്തനി, നീ എങ്ങാനും അവനെ പോയി സന്ദർശിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്നെ കണ്ടെത്താമായിരുന്നു. നാളെ പരലോകത്ത് വെച്ചിട്ട് നമ്മ ഓരോരുത്തരോടും അള്ളാഹുവിന്റെ ചോദ്യം വരാനിരിക്കുന്നുണ്ട്. എന്തേ ആ രോഗിയായി കടന്നപ്പോ അവിടെ പോയി സന്ദർശിച്ചില്ല എന്നുള്ള ചോദ്യം പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയിട്ടുള്ള സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ച ശ്രദ്ധ ഈ വിഷയത്തിൽ എന്തുമാത്രമായിരുന്നു. അവർ മത്സരിക്കുകയായിരുന്നു. നന്മയുടെ കൂട്ടത്തിൽ നന്മയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് അവർ മത്സരിക്കുകയാണ്. പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും ഭയങ്കര നന്മയുടെ വിഷയത്തിൽ കിടമത്സരം നടത്തുന്ന ആളുകളാണ്. നന്മയുടെ വിഷയത്തിൽ. അങ്ങനെ ഇരിക്കെ മഹാനായിട്ടുള്ള സിദ്ദീഖുൽ അക്ബറിന്റെ ഭരണകാലഘട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ സുബഹി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു.
ഇതിങ്ങനെ എല്ലാ ദിവസവും ആവർത്തിച്ചപ്പോൾ ഉമറുൽ ഖത്താബിന് വല്ലാത്തൊരു അതിശയം. എവിടേക്കാണ് ഖലീഫ ഇത്ര നേരത്തെ എന്നും പോകുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനെ പിന്തുടർന്നു. അദ്ദേഹം അറിയാതെ എവിടേക്കാണ് പോകുന്നത് എന്ന് നോക്കിയിട്ട്. അപ്പം ഉമർ കാണുന്ന കാഴ്ച, സിദ്ദീഖുൽ അക്ബർ ഒരു ദൂരെയുള്ള ഒരു കുടിലിലേക്ക്, ചെറിയ ഒരു കൂരയിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. ആ ഇറങ്ങിയ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെന്നു. എന്നിട്ട് അവിടെ കണ്ട കാഴ്ച ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. രോഗശയ്യയിൽ കിടക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് വേറെ ആരുമില്ല. ആ സ്ത്രീക്ക് അവിടെ ഭക്ഷണം നൽകുവാൻ, അവരുടെ വസ്ത്രം വൃത്തിയാക്കുവാൻ, അവരുടെ മുറ്റമടിച്ചു വാരാൻ, അവരുടെ ആടിനെ കറക്കുവാൻ ആരുമില്ല. സിദ്ദീഖുൽ അക്ബർ കയറിയ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കയറി ചെന്നപ്പോൾ കണ്ട ആ സ്ത്രീയോട് കാര്യം അന്വേഷിച്ചു. അല്ല, ഇവിടെ ഇങ്ങനെ ഒരാൾ ഒന്നും വരുന്നുണ്ടല്ലോ, എന്താണ് അദ്ദേഹം ഇവിടെ ചെയ്യാറുള്ളത്? ആ സ്ത്രീയോട് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, അദ്ദേഹമാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അദ്ദേഹമാണ് എൻ്റെ വീടിൻ്റെ മുറ്റം അടിച്ചു വാരുന്നത്, അദ്ദേഹമാണ് എൻ്റെ വസ്ത്രം വൃത്തിയാക്കുന്നത്, അദ്ദേഹമാണ് എൻ്റെ ആടിനെ കറന്നു തരുന്നത്. നിങ്ങൾ ആരാ ഇത്? സിദ്ദീഖുൽ അക്ബർ. അബൂബക്കറും ഫിൽ ജന്ന. അബൂബക്കർ സ്വർഗത്തിലാണെന്ന് സന്തോഷവാർത്ത അറിഞ്ഞ സിദ്ദീഖുൽ അക്ബർ, ഖലീഫയായിട്ടുള്ള, ഭരണാധികാരിയായിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ. അല്ലേ, നമുക്കൊക്കെ അതിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുമോ? അവരൊക്കെ പോയ സ്വർഗത്തിലേക്കല്ലേ നമുക്കും പോകാനുള്ളത്? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് കേട്ടപ്പോൾ, ആ ഒരു വർത്തമാനം കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിന്ന സ്ഥലത്ത് നിന്ന് പൊട്ടിക്കരയാണ്. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഈ വന്നതെന്നറിയോ? ആ സ്ത്രീയോട്, ആ പ്രായമായ സ്ത്രീയോട് ചോദിച്ചു, ഈ എന്നും ഇവിടെ വരുന്ന ആള് നിങ്ങൾക്ക് പരിചയമുണ്ടോ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖലീഫയാണത്, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണത്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ. അതെന്താ? നമുക്ക് കാണാൻ കഴിയും, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഖലീഫത്ത് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഒന്നാമത് ഖലീഫയായിട്ട് സിദ്ദീഖുൽ അക്ബറിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്. അത് ഇനിയുള്ള ഭരണാധികാരികൾക്ക് വല്ലാത്തൊരു പ്രയാസം തന്നെയാണല്ലോ അബൂബക്കർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. ഇനിയുള്ള ഭരണാധികാരികൾക്ക് വല്ലാത്തൊരു പ്രയാസം തന്നെയാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി വെച്ചത് എന്നാണ്. കാരണം ഇനിയുള്ള ഭരണാധികാരി അങ്ങനെ ആയിത്തീരണം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ അവരൊക്കെ ഈ വിഷയത്തിൽ കാണിച്ചിട്ടുള്ള ഒരു ശ്രദ്ധയും അതിൻ്റെ ഒരു ജാഗ്രതയും ഒക്കെ എത്രമാത്രമാണ് അവരൊക്കെ ആഗ്രഹിച്ചത്? ആ പ്രതിഫലം നേടിയെടുക്കാനാണ്, ആ പുണ്യം നേടിയെടുക്കാനാ. ആരും കാണുന്നില്ല, ആരും അറിയുന്നുമില്ല. അല്ലേ, അവിടെ പോയി സന്ദർശിച്ചില്ല. ആരെങ്കിലും അറിയോ? ആരെങ്കിലും ചോദിക്കോ? ഇല്ല. അപ്പോൾ ഓലെന്ത് വിചാരിക്കും, മറ്റോലെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചല്ല ഒരു രോഗിയെ സന്ദർശിക്കേണ്ടതും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ടതുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് പരലോകത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മലക്കുകൾ 70,000 മലക്കുകളുടെ ഇസ്തിഗ്ഫാറിന്റെ ഒരു പ്രാർത്ഥന ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ രോഗിയെ സന്ദർശിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രോഗിക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാകരുത് സന്ദർശനം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. രോഗിക്ക് പ്രയാസമുണ്ടാക്കുന്ന, രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ സന്ദർശനം ആയിക്കൂടാ എന്നും നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഖാല റസൂലുള്ളാഹ് ലാ തുക്രിഹൂ മർളാക്കും, നിങ്ങൾ നിങ്ങളുടെ രോഗികളെ ബുദ്ധിമുട്ടിക്കരുത്. അല ത്വആമി വശറാബ്, ഭക്ഷണം കൊണ്ട്, പാനീയം കൊണ്ട്. കാരണം ചില രോഗങ്ങൾക്ക് ചില ഭക്ഷണം പറ്റൂല, ചില രോഗികൾക്ക് ചില പാനീയം പറ്റൂല. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രോഗികളെ ബുദ്ധിമുട്ടിക്കരുത് ഭക്ഷണം കൊണ്ടും പാനീയം കൊണ്ടും. അള്ളാഹുവാണ് അവർക്ക് ഭക്ഷണം നൽകുന്നതും അവരെ കുടിപ്പിക്കുന്നതും എന്ന്. അപ്രകാരം തന്നെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ രോഗികളെ നമ്മൾ ആ രീതിയിൽ സന്ദർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അല്ലേ, നമ്മൾ രോഗിയൊക്കെ സന്ദർശിക്കും, എല്ലാ വർത്താനവും പറയും, അല്ലേ, നാട്ടുവർത്താനം ഒക്കെ പറയും, എല്ലാ വിഷയം ചർച്ച ചെയ്യും. ഒരു പ്രാർത്ഥന പോലും ആ രോഗിക്ക് വേണ്ടിയിട്ട് നിർവഹിക്കാതെ തിരിച്ചു പോരും. പ്രാർത്ഥന മറന്നുപോയി, അല്ലേ? അവിടെ പോയിട്ട് ആ രോഗിയുടെ കയ്യിൽ നമുക്ക് തൊടാൻ പറ്റിയിട്ടാണെന്ന് ആ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ശ്ഫി,
അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാ, അല്ലേ? അല്ലാഹുമ്മ ശ്ഫി അൻത ഷാഫി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് പ്രാർത്ഥിക്കുക. ആ ഒരു പ്രാർത്ഥന അത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥന നമുക്ക് നടത്താം. നമുക്ക് ആ ഒരു പ്രാർത്ഥന നമുക്ക് അറിയില്ലേ? ചുരുങ്ങിയത് അവരോട് പറയാം, ലാ ബഗസ് തൊഹൂർ ഇൻഷാ അല്ലാഹ്, ലാ ബഗസ് തൊഹൂർ ഇൻഷാ അല്ലാഹ്, അല്ലേ? നമുക്ക് കാണാൻ കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഇദാ ദഖല അലാ മരീദിൻ യഊദു, രോഗി അടുക്കൽ പോയി കഴിഞ്ഞാൽ ഫഖാല ലഹു, ആ രോഗിയോട് പറയും ലാ ബഗസ് തൊഹൂർ ഇൻഷാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, വല്ലാത്തൊരു വാചകം. പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല, തൊഹൂർ എല്ലാം ശരിയാകും, ഇൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചാൽ എല്ലാം ശരിയാകും. ഇതാണ് രോഗിക്ക് കൊടുക്കേണ്ട ആശ്വാസത്തിന്റെ സമാശ്വാസത്തിന്റെ വാക്കുകൾ. ചില ആളുകളൊക്കെ രോഗിയെ കാണാൻ പോയി കഴിഞ്ഞാൽ അതോടുകൂടി ആ രോഗിക്ക് മതിയായിട്ടുണ്ടാവും, ആ രോഗിയുടെ രോഗം കൂടിയിട്ടുണ്ടാകും, അദ്ദേഹത്തിന്റെ മാനസികമായിട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം സംസാരം, അല്ലേ? ചില ആളുകളൊക്കെ ഉണ്ട്, ഈ ഒരു രോഗം, ഇതേ രോഗം തന്നെ നമ്മുടെ അയലക്കത്തുള്ള ഇന്ന ആൾക്കും, അദ്ദേഹം ഒരാഴ്ച ഏറെ ഒരാഴ്ച അതിനപ്പുറം പോകില്ല. ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പ്രിയപ്പെട്ടവരെ ഏത് മരിക്കാൻ കിടക്കുന്ന രോഗിന്റെ അടുക്കലായി ചെന്നാലും പറയാൻ പാടില്ല. അവിടെ പോയി പറയേണ്ടത് ലാ ബഅസ്, ഒരു കുഴപ്പമില്ല, തുഹൂർ ഇൻഷാ അല്ലാഹ്, എല്ലാം ശരിയാവും, അള്ളാഹ് ഉദ്ദേശിച്ചാൽ എല്ലാം ശരിയാവും. വല്ലാത്തൊരു ആശ്വാസത്തിന്റെ സമാശ്വാസത്തിന്റെ ചേർത്തു പിടിക്കലിന്റെ വാക്കുകളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗി സന്ദർശനം അത് നമ്മുടെ ബാധ്യതയായിട്ട്, ആരെയും കാണിക്കാനല്ല, നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ, സ്വർഗത്തിലൊരു പൂന്തോപ്പ് കിട്ടാൻ, റബ്ബിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ രോഗികളെ നമ്മൾ സന്ദർശിക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണം. അത്തരത്തിൽ അത് നമ്മുടെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ما بعد. സർവ്വലോക രക്ഷിതാവും വളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തെറ്റുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് പല രോഗങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ പല അസുഖങ്ങളും പിടിപെട്ട് അതിൻ്റെ ഒരു പ്രയാസത്തിലൊക്കെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും അസുഖങ്ങൾ ഉണ്ടാകും, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിക്കുകയും, യഥാർത്ഥത്തിൽ രോഗികൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സന്തോഷിക്കേണ്ട ഒരു വിഭാഗമാണ്. നമുക്ക് രോഗം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രയാസവും ഇഹലോകത്ത് വലിയ ബുദ്ധിമുട്ടുകളും ഒരുപാട് ദുഃഖങ്ങളും ഒക്കെയാണല്ലോ, അല്ലേ? എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ രോഗികൾക്ക് വല്ലാത്ത സമാധാനവും അവർക്ക് സന്തോഷവുമാണ് പരിശുദ്ധ ഇസ്ലാം നൽകുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അൻ ഉമ്മിൽ അല ഖാലത്ത് ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മരീദ. മഹദി ഉമ്മു അലയിലെ അള്ളാന്റെ റസൂല് കൊടുത്തൊരു ഉപദേശമുണ്ട്. ഉമ്മു അല രോഗിയായി കിടന്നപ്പോൾ അള്ളാന്റെ റസൂൽ അവരെ സന്ദർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഖാല അബ്ശരിയ ഉമ്മിൽ അല, ഉമ്മു അല സന്തോഷമറിഞ്ഞുകൊള്ളുക, സന്തോഷമടഞ്ഞുകൊള്ളുക. ഫഇന്ന മറദൽ മുസ്ലിമി യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാഹു. നോക്കൂ നിങ്ങൾ, എന്താ സന്തോഷിക്കേണ്ടത്? രോഗിയുടെ അടുത്ത് പോയിട്ട് സന്തോഷിക്കാനാ പറഞ്ഞത് റസൂൽ. എന്താ കാരണം? ഫഇന്ന മറദൽ മുസ്ലിമി, മുസ്ലിമായിട്ടുള്ള ഒരു മനുഷ്യന് രോഗം ബാധിച്ചാൽ യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാഹു, അല്ലാഹു അവന്റെ പാപങ്ങൾ അതോടുകൂടി മായ്ച്ചു കളയും, പോക്കിക്കളയും. ഇതുപോലെ എന്നറിയോ, കമാ തുദ്ഹിബുൻ നാറു ഖബസൽ ദഹബി വൽ ഫില്ല. സ്വർണവും വെള്ളിയുടെ ഒക്കെ മാലിന്യങ്ങൾ തീ എപ്രകാരമാണോ ശുദ്ധമാക്കുന്നത്, അതുപ്രകാരം ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകിക്കളയും ആ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നുള്ള.
അപ്പൊ രോഗമെന്നുള്ളത് നമ്മെ ബുദ്ധിമുട്ടിക്കാനോ നമ്മെ റബ്ബ് പ്രയാസപ്പെടുത്താനോ ഒന്നുമല്ല, മറിച്ച് റബ്ബ് നമ്മെ പരിഗണിച്ചിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളൊക്കെ പോക്കിത്തരാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്, റബ്ബ് എന്നെ പരിഗണിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് അസുഖം എന്നുള്ളത് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹു റസൂൽ രോഗികളെ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമെന്ന ഏതുപോലെ എന്നറിയോ, ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അത്തൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മർദിഹി, ഞാൻ പ്രവാചകന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ കടന്നു ചെന്നു. വഹുവ യുഅഖു വഅകൻ ശദീദ, പ്രവാചകന് വല്ലാത്ത വേദനയുണ്ട്. വഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നക ലതുഅഖു വഅകൻ ശദീദ, ഓ പ്രവാചകൻ താങ്കൾക്ക് വല്ലാത്ത പ്രയാസമാണല്ലോ, വല്ലാത്ത വേദനയാണല്ലോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഖുൽതു ഇന്നദാക ബിഅന്ന ലക അജ്റൈൻ ഖാല അജൽ മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദാ ഇല്ലാ ഹാത്തല്ലാഹു അൻഹു ഖതായാഹു കമാ തുഹാതു വറഖു ശജർ. അതെ, വലിയ പ്രയാസം തന്നെയാണ്. പക്ഷേ ഒരു മുസ്ലിമിന് ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ട് ബാധിച്ചു കഴിഞ്ഞാൽ, രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളെ ഇങ്ങനെ കൊഴിച്ചു കളയുമെന്ന. ഏതുപോലെ എന്നറിയോ, കമാ തുഹാതു വറഖു ശജർ, ഇലകളൊക്കെ മരങ്ങളൊക്കെ ഇല കൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ ആ ഓരോ ഇലകൾ കൊഴിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഓരോ തിന്മകളും ആ പാപങ്ങൾ കൊണ്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് രോഗമെന്നുള്ളത് നമുക്ക് പുണ്യങ്ങൾ, നമ്മുടെ ദറജ ഉയരാനുള്ള ഒരു കാര്യമായി കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മയുസീബുൽ മുഅ്മിന മിൻ ശൗകത്തിൻ ഫമാ ഫൗഖഹ ഇല്ലാ റഫഅ അല്ലാഹു ബിഹാ ദറജ. അല്ലാഹുവിന്റെ റസൂൽ എത്രത്തോളം പറഞ്ഞെന്നറിയോ, ഒരു മനുഷ്യന്റെ കാലിലൊരു മുള്ളു കുത്തുക, വലിയ അസുഖമൊന്നല്ല, ഒരു കാലില് ഒരു മുള്ളു കുത്തിയാൽ പോലും അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ക്ഷമിച്ചാൽ ഒരു ദറജ അല്ലാഹു അവനെ ഉയർത്തുമെന്ന. കാലിലൊരു മുള്ളു കുത്തി അല്ലേ, അപ്പൊ നമ്മളെന്താ ഉള്ള ശാപവാക്കുകളും മറ്റൊക്കെ പറഞ്ഞിട്ട് ആകെ ആ കൂല്യം കിട്ട് നഷ്ടപ്പെടുത്തി കളയും. അല്ല, ഒരു മുള്ളു കുത്തിയാൽ പോലും അതിലൊരു ക്ഷമ നമ്മൾ കൈക്കൊള്ളുകയാണെങ്കിൽ ഒരു പദവി അല്ലാഹു നമുക്ക് ഉയർത്തിത്തരും. തിന്മ മായ്ച്ചു കളയും, ഒരു പദവി ഉയർത്തും, തിന്മ മായ്ച്ചു കളയും, ഒരു മുള്ളു കുത്തിയാൽ പോലും. അപ്പോൾ ബാക്കിയുള്ള രോഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞത്, രോഗികളെ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അസുഖം അത് നമ്മെ പ്രയാസപ്പെടുത്താനുള്ളതല്ല, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. റബ്ബ് നമ്മെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ടാണ് അത്തരത്തിലുള്ള നമുക്കൊക്കെ രോഗം ബാധിച്ചാൽ നമ്മൾ സമാധാനിക്കേണ്ടതും ആശ്വസിക്കേണ്ടതും ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ രോഗികളെ നമ്മൾ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മാരകമായിട്ടുള്ള പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളെ തൊട്ടൊക്കെ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം നാഥാ. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും അതുപോലെ തന്നെ കടം കൊണ്ടൊക്കെ വലിയ പ്രയാസങ്ങൾ ലഭിക്കുന്ന ആളുകളുണ്ട്. ഹോസ്പിറ്റലുകളിൽ, വീടുകളിൽ രോഗശൈലിയിൽ കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ അസുഖം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد